മെറ്റൽസ് എന്ന സെക്ഷനിൽ വരുന്ന ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് എന്നത് ബിൽഡിംഗ് മെറ്റീരിയലിൽ വരുന്ന ഒരു ചാപ്റ്ററാണ്. പ്രധാനമായും ഫെറസ് മെറ്റൽസായ പിഗ് അയൺ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ ആൻഡ് സ്റ്റീൽ ഇതിലെ പ്രധാന ഭാഗമാണ്. അയിരുകളിൽ നിന്ന് ഇരുമ്പ് വേർതിരിച്ചെടുത്ത ശേഷം അതിലെ കാർബൺ കണ്ടന്റ് ക്രമീകരിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് വെറൈറ്റീസ് ആയ അയൺ സോഴ്സുകൾ ഇവയൊക്കെയാണ്: മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമണൈറ്റ്, പൈറൈറ്റ്, സീഡറൈറ്റ്. MHLPS. ഇത് പഠിക്കാൻ ഇങ്ങനെ ഓർത്താൽ മതിയാവും: മഹാരാഷ്ട്രയിലെ LP സ്കൂൾ. ഇത് അയണിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞു വരുന്ന ക്രമത്തിലാണ്. ഓരോ വെറൈറ്റീസ് ഓഫ് അയൺ ഓറും ഏത് ടൈപ്പ് ഓക്സൈഡ് ആണ് എന്ന് പഠിക്കാനും ട്രിക്കുണ്ട്. മാഗ്നറ്റൈറ്റ് എന്നത് ബ്ലാക്ക് ഓക്സൈഡ് ആണ്. ഇത് ഓർക്കാൻ വേണ്ടി മാഗ്നറ്റിനെ ഓർത്താൽ മതി. മാഗ്നറ്റ് ബ്ലാക്ക് ആണ്, സോ ബ്ലാക്ക് ഓക്സൈഡ്. ഹേമറ്റൈറ്റ് എന്നത് റെഡ് ഓക്സൈഡ് ആണ്. അതിന് ഹീമോഗ്ലോബിനെ ഓർത്താൽ മതി. ഹീമോഗ്ലോബിൻ റെഡ് ആണ്. സിഡറൈറ്റ് എന്ന് പറയുമ്പോൾ സി എന്ന് പറയുന്നു, സോ അത് സി അഥവാ കാർബണിന്റെ വെറൈറ്റി ആണ്. ലിമണൈറ്റ് എന്നത് ലെമണിനെ ഓർത്താൽ മതി. നാരങ്ങ ഉണങ്ങുമ്പോൾ ബ്രൗൺ കളർ ആകുന്നു. പൈറൈറ്റ് എന്നത് സൾഫൈഡ് ഫോം ഓഫ് അയൺ ആണ്. പൈസ എന്ന് ഓർക്കുക. അയൺ ഓറിനെ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ഉരുക്കിയെടുത്ത് ഫസ്റ്റ് ലഭിക്കുന്ന ഇമ്പ്യൂരിറ്റി നിറഞ്ഞ അയൺ ഫോമാണ് പിഗ് അയൺ. പിഗ് അഥവാ പന്നി ചളിയിൽ ഉരുളാറുണ്ട്. അത് വെച്ച് പിഗ് അയൺ എന്നത് ഇമ്പ്യൂവർ ആണെന്ന് ഓർക്കാം. റോട്ട് അയൺ എന്നത് റൈറ്റ് ആയത് എന്ന് കരുതിയാൽ ശുദ്ധമായത് എന്ന് ഓർക്കാം. കാസ്റ്റ് അയണിനേക്കാൾ കുറവ് കാർബണാണ് സ്റ്റീലിലുള്ളത്. കാസ്റ്റ് എന്നത് STയിൽ അവസാനിക്കുന്നു. സ്റ്റീൽ എന്നത് STയിൽ തുടങ്ങുന്നു. അതായത് കാസ്റ്റ് അയൺ കഴിഞ്ഞാണ് സ്റ്റീൽ വരുന്നത് എന്ന് ലഭിക്കും. കൂടുതൽ ട്രിക്കുകൾ നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഏതിനെ പറ്റിയാണ് ട്രിക്കുകൾ ആവശ്യമെന്ന് കമൻറ്റ് ചെയ്യുക.